ചവിട്ടണേ, രണ്ടാളിറങ്ങാനുണ്ട്. ആ ചന്ത മുക്കാളറ് മുതലാളിക്ക് അറിയാമോ, കോടീശ്വരൻ അല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അൺലോഡിംഗ് പാർട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മുതലാളി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാണ്. കുറെ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെ അവന്റെ വീട്? അതാ ഞാൻ നോക്കണത്. കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ, എന്തൊരു മായ. മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇക്കോട്ടിസോ മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മുതലാളി. ഒരു മിനിറ്റ്. അയ്യോ, സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ. ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ, പിന്നെ ഒരു കെ ഈ ഉണ്ണികൃഷ്ണൻ. എന്ന് പറഞ്ഞ ഇനിഷ്യലല്ല, വെറും ഉണ്ണികൃഷ്ണൻ. എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ അല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ, എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കൊള്ളു തരാനായിട്ട് 10 പൈസ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടാ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട, അല്ല മുതലാളി. പോരാ, എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. മുതലാളി, അളിയൻ, മുതലാളി, അളിയൻ, അളിയാ, അളിയാ, ഞങ്ങളുടെ അളിയാ, ഓടുന്ന അളിയാ, വീഴും. അളിയാ, നിൽക്കവിടെ. അയ്യോ, അയ്യോ, അളിയാ, നിക്കളിയാ. ഒടുക്കത്തെ വഴി. അയ്യോ, നീ ഒറ്റ ഒരുത്തനെല്ലാം കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നു. അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ, ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ, ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നല്ലേ. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരുള്ളൂ. പരമനല്ല, രാമൻ. രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ, അവക്ക് പരമ സുഖല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്. പോകാൻ മുതലാളി. എന്തൊരു ആത്മാർത്ഥ. കേറ് മുതലാളി. കേടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും നിൽക്കരുത് പറഞ്ഞു. എനിക്കറിയാം. അളിയന്മാരെ പോട്ടെ. ഓക്കേ മുതലാളി, മുതലാളി, അവൻ പോണു മുതലാളി. മുതലാളി, അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ, സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ. അതല്ല, അതിന്റെ നമ്പറാണോ? കവിച്ചു വെച്ചാ പോരെ. മുതലാളി, നീ ഒരു ബാൻഡ് സെറ്റുകാരി അല്ല, അത് വാച്ച്മാനാ. വാച്ച്മാനല്ല, വാച്ച്മാൻ പെണ്ണല്ലേ. അവിടെ ഇരുന്നു. ഞാൻ അങ്ങോട്ട് പോകും. വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോകാം. വനിതയല്ലേ സെക്യൂരിറ്റി. കാണുന്നില്ല, എനിക്ക് പേടിയാവും. ഞാൻ പോവാ. ഈ മുതലാളി ഏത്
ഗോഡൌണിലേക്ക് പോയാവോ? എടാ ഞാൻ കള്ളനല്ല. പുറത്തിറങ്ങണ്ടെന്ന് വെച്ചാൽ സമ്മതിക്കും. ആരാ ജനല് പറഞ്ഞത്? ആരും കാറ്റായിരിക്കും. കണ്ടോ? കണ്ടില്ല. ഓ രക്ഷപ്പെട്ട്. എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ ഇതിലില്ലേ? എടാ നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി. ആണോ? ആ നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവല നോക്കല്ലേ? ആ. അത് നോക്കിയോ നോക്കിയോ ചെല്ലോ. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. രണ്ടിന് ഭയം ഉജാലയുടെ മണം. നീ വേഗം പൊയ്ക്കോ. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. ഒരാളെ ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ല്. അയ്യോ. ഞാൻ വന്നിരിക്കാം. കൊത്തി കൊത്തി അരിയിച്ചു ഞാൻ. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? ഉണ്ണി കള്ളനെ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. മോളിലോ? അവിടെ അവിടെ. ആ. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ വെച്ചാണ്. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. അന്നയുടെ മുതല് കൊണ്ടുപോകുന്ന കളവെന്ന് പറയുന്നത്. അയ്യോ ഞാൻ നേരിട്ട് കണ്ട് കൊണ്ടുപോകാൻ വേണ്ടി നീ മിണ്ടുപോരുത്. ആരെ കൊണ്ടുപോകാൻ വന്നതാണെന്നാ നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആ, ആരാണ് നിന്റെ എന്റെ മുതലാളി? മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി, എന്റെ മുതലാളി. പറയണം. അയ്യോ Come on, boss. Come on. Come on. അമ്മായി ദാ എന്റെ അനിയത്തി വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനോടൊപ്പം ഈ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുക. നിലവിളക്കെടുത്ത് അവരെ ഐശ്വര്യമായിട്ട് അകത്തേക്ക് സ്വീകരിക്കൂ. വാ മോളെ. കേറ്. മായേ, ഈ തറവാട്ടിലെ ആദ്യത്തെ വിവാഹം ഇങ്ങനെയായതിൽ എനിക്കൊരല്പം ദുഃഖമുണ്ട്. സാരമില്ല, ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ നിനക്ക് കിട്ടിയില്ലേ? ഭാഗ്യവതിയാ നീ. രാമൻകുട്ടി എന്നും നല്ലൊരു ഭർത്താവായിരിക്കും അല്ലേ രാമൻകുട്ടി? അയ്യോ പിന്നെ ചേച്ചി അതിഭാഗ്യവതിയല്ലേ. എത്ര നല്ല അന്യനാ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആണ്. ഈ ഫുഡിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണ്ടേ? സെക്രട്ടറി, രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ? ഓക്കെ. എക്സ്ക്യൂസ് മീ, സോറി. എ സി ഇല്ല ഇവിടെ? ബോസിന് എ സി കിടന്നാലേ ഉറക്കം വരുള്ളൂ. പിന്നെ കുളിക്കാൻ ഹോട്ട് വാട്ടർ വേണം, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് വേണം, നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചിയാമയായിരിക്കും. പിന്നെ ബോസ് കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവൂ. ഇല്ലേ ബോസ്? ഓഫ് കോഴ്സ്. വേർ ഈസ് കിച്ചൻ? മായേ, രാമൻകുട്ടിയോട് എനിക്കല്പം തനിച്ച് സംസാരിക്കണം. ഓ അതെന്താ ചേച്ചി? ചേച്ചിക്ക് എന്നോട് എപ്പോ വേണമെങ്കിൽ സംസാരിക്കാമല്ലോ. അല്ലേ മയേ? സോപ്പിട്ട് നീ നന്നായിട്ട് പതപ്പിച്ചോടാ. അധികകാലം നീ പതപ്പിക്കാലോ. എന്താ ഇത്? രണ്ടാളുടെ സംസാരം തീർന്നില്ലേ? അതെ, ചേച്ചി എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ മായോട് പറയട്ടെ? എന്താ ചേച്ചി കാര്യം? പറയട്ടെ? പറയാൻ പോവാ. പറയട്ടെ? ചേച്ചിയെ എനിക്ക് ഒരു പോക്കറ്റ് മണി തന്നു. ബോസ്, ഇപ്പോൾ സമയം 11 o'clock. 11 o'clockന് വാക്യത്തിൽ പ്രയോഗിക്കാം. സോറി, ചെക്കോസ്ലോവാക്കിൽ നിന്ന് മാനേജർ വിളിക്കും. 11:30 നമ്മളെ ബാലരമ വായിക്കുന്ന സമയമാണ്. 11:35 വീഡിയോ ഗെയിം കളിക്കുന്ന സമയമാണ്. 11:35 to 85. 85 No, 99. Boss, come on. Beat again.
എന്താ? ഇനി ഞാൻ അളിയാന്ന് വിളിക്കൂല, എന്താ? കണ്ണാന്നേ വിളിക്കൂ. ഇത്രയൊക്കെ ചെയ്യാൻ എവിടെ ധൈര്യം കിട്ടി? അയ്യോ, എന്താ? കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ? ആരാ നിന്റെ അളിയൻ? ആരാ നിന്റെ അളിയെന്ന്? കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. അയ്യേ, അവര് കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കാൻ നക്കലും. എടാ, ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങള. ഭാര്യയുടെ ആങ്ങളെയോ? ഡാ, ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ, മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ, മനസ്സിലായോ? മനസ്സിലായി. ആ, അപ്പൊ നീ എന്നെ എന്താ വിളിക്കേണ്ടത്? അച്ചാന്ന്. എടാ, ഇന്നു മുതല് ഈ വീട്ടിലെ കാരണവർ ഞാനാ, മനസ്സിലായോ? അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ, മനസ്സിലായോ? ഓ, സമയം ഒരുപാടായി. പോയി കിടന്നോളൂ. പോകൂ, ഉറങ്ങൂ.